ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 ആണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കേബിൾ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ടയർ പ്രഷർ എയർ കുറയുന്ന കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സീറ്റ് ലോക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, വണ്ടി പെട്രോൾ ലീക്കേജിൻ്റെ കേസ് പോലെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ വണ്ടി ആക്സിലേറ്റർ കുറച്ച് നിർത്തും, ഐഡ്ലിംഗ് ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ്, അങ്ങനെ 1-2 കംപ്ലൈൻറ്റുകളാണ് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്കിൻ്റെ ലൈനർ നോക്കുമ്പോൾ നമുക്ക് ലൈനറൊക്കെ നല്ല ലൈനറാണ്, ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. ഈ തവണയും കൂടി ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റിയിട്ട് വരും. ഏകദേശം പകുതിയിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഈ സർവീസും കൂടി ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കത് റീസെറ്റ് ചെയ്യാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്ററും വലിയ പഴക്കത്തിലേക്ക് എത്തിയിട്ടില്ല. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. നമുക്കതൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. CVT ക്ലച്ചാണ്. നമ്മൾ ഓരോ 10,000 കിലോമീറ്ററിലാണെങ്കിൽ നമുക്ക് ഗ്രീസിങ് വരുന്നുണ്ട്. നമ്മൾ ഓരോ സർവീസിലും നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത് പോവാം. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അതിൻ്റെ തേമാനമൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമാണ്. ബെൻഡെക്സിൻ്റെ ആയാലും പെർഫോമൻസും വർക്കിങ്ങും ഒക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്, അതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ ഇതിവിടെ നോക്കുമ്പോൾ അറിയാം, നമുക്ക് ബെൽറ്റ് ശരിക്കും കത്തി പൊടി വന്നേക്കണ നല്ല രീതിയിലുള്ള പൊടി കാണുന്നുണ്ട്. ഇതാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ബെൽറ്റ് സൈഡ് ചെത്തി പോകുന്നുണ്ട്. അത് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് തന്നെയാണ് മെയിനായിട്ടുള്ള റീസൺ. പക്ഷേ വലിയ പഴക്കത്തിലേക്ക് എത്തിയിട്ടില്ല ബെൽറ്റ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൽക്കാലം ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്യാം. ബെൽറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ബെൽറ്റിൻ്റെ സൈഡ് തേമാനം വന്നിട്ട് ബെൽറ്റ് ചെറുതായിക്കൊണ്ടിരിക്കുക, അതാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെൽറ്റ് മാറ്റിയിടുന്ന സമയത്ത് കമ്പനി ബെൽറ്റ് മാറ്റിയിടാം. കൂട്ടത്തിൽ കൂടെ ഈ വീലും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം. കാരണം ഞാൻ ഈ വീലിൻ്റെ ഇവിടെ ചെറിയൊരു റഫ്നെസ് കാണിക്കുന്നുണ്ട്, ഒരു തുരുമ്പിൻ്റേതായിട്ടുള്ളൊരു പ്രസൻസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി ബെൽറ്റ് മാറ്റുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് മാറ്റിയിടാം. പിന്നെ ക്ലച്ചിൻ്റെ പുള്ളി വീല് നമ്മളൊന്ന് അഴിച്ച് ഫുള്ള് ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചേഞ്ച് ചെയ്തിട്ട് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. നിലവിൽ ക്ലച്ചിൽ അത്രയും പ്രോബ്ലം ഉള്ളൂ. അതിൻ്റെ ക്ലച്ച് ഷൂ എന്ന ഭാഗമാണ്, അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം. ക്ലച്ച് ഔട്ടറിന് അതിന് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഈ സ്പെഷ്യലിനായിട്ട് നമുക്കൊന്ന് മാറ്റിയിടണം, കാരണം അത് എവിടെയോ കയറ്റി വെട്ടി അഴിച്ചാണോ വേണം. ഈ വെട്ടി ടൈറ്റ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ടോർക്കിലായിരിക്കില്ല ടൈറ്റ് ആവാം. അപ്പോൾ ഒന്നുപോലെ നമുക്ക് അതിൻ്റെ ഈ വീല് ഡാമേജ് വരും. ഈ നട്ടിൻ്റെ ത്രെഡ് പോയാൽ നമുക്ക് അതിനുള്ള കോസ്റ്റ് ഉള്ളൂ. പക്ഷേ വീല് പോയി കഴിഞ്ഞാൽ വീല് 1000, 1200, 1300 റേഞ്ച് വില വരും. അപ്പോൾ എന്തായാലും ഈ നട്ടൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ അന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ വേറെ ചെറിയൊരു നനവൊക്കെ ഉണ്ട് ഓയിലിൻ്റെ, വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചോക്ക് കേബിളൊക്കെ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട്, ടൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒട്ടും ഫ്രീ പ്ലേ കാണിക്കുന്നില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിലേറ്റർ റേസ് ആവാൻ തോന്നും. നമ്മൾ പറഞ്ഞ ഹാൻഡിൽ തിരിക്കുമ്പോഴോ ഒക്കെ ആക്സിലേറ്റർ റേസ് ആവുകയും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മൂവ് ആവാനും തുടങ്ങും. സാധാരണ CVT ക്ലച്ച് ആയതുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ റേസ് ആയി കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് വീലിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഹപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും. നമ്മൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ് ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിച്ച് ക്ലിയർ ചെയ്ത് വിടും. പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2023 മോഡൽ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. നമ്മളത് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.99 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട്. ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഇതൊരു വാല്യൂസ് കാണിക്കുന്നത് ഓക്കെ ആയിട്ട് തന്നെയാണ്, നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് വണ്ടി കയറ്റണ സമയത്ത് ഓടിച്ചു കയറ്റുന്ന സമയത്ത് ഒരു പാളിച്ച കാണുന്നുണ്ട്. തന്നെ നമുക്ക് അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ടയർ ആവറേജ് ഒരുവിധം ആയിട്ടുണ്ട്. തന്നെയല്ല, ടയർ എയർ വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ടയർ പഞ്ചർ ചെയ്യുന്ന കടയിലൊന്ന് കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ മതി. കാരണം എന്തായാലും ലെവൽ കുറവ് കാണിക്കുന്നുണ്ട്, അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന എയറിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത് ട്യൂബ്ലെസ് മോഡലാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കി ഒന്ന് ടയർ കടയിൽ കൊടുത്തിട്ടൊന്ന് സർവീസിന് കൊടുക്കാം. എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഞ്ചർ ഒട്ടിങ്ങിന് വിട്ടിച്ച് വിടാം. ശരിക്കും ടയറിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇതൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ടയറിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് ഈ ലൈനൊക്കെ. ഇവിടേക്ക് ഒരു ലൈനൊന്നും ഇല്ല, അതൊക്കെ മാഞ്ഞു പോയി. സൈഡിലെ കട്ട നോക്കണ്ട കേട്ടോ. സൈഡിലെ കട്ട എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. ഈ സെൻറ്ററിൽ റോഡുമായിട്ട് ബന്ധം വരുന്ന ഭാഗത്ത് ഗ്രിപ്പ് വളരെ കുറവായിട്ടാണ് കാണുന്നത്.
അപ്പോൾ ടയർ മാറ്റുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ പഞ്ചറുമായി ബന്ധപ്പെട്ട് വേറെ പ്രശ്നം വരില്ല. അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലം പഞ്ചർ ഒട്ടിച്ച് തൽക്കാലം കയറ്റിയിടാം. മാറ്റിയിടുമ്പോഴായാലും ഒന്നോലെ നമുക്ക് MRFൻ്റെയോ അല്ലെങ്കിൽ അപ്പോളോൻ്റെയൊക്കെ സാമ്പർ മോഡൽ ഈ മോഡൽ തന്നെ ചൂസ് ചെയ്യാം. ഈ TVSനേക്കാളും കുറച്ചുകൂടി ജേക്കേക്കാളും കുറച്ചുകൂടി നല്ല എനിക്ക് തോന്നുന്നു അപ്പോളോ അല്ലെങ്കിൽ MRF ഉണ്ടെങ്കിൽ വേറെ പ്രശ്നമില്ല. അതല്ലെങ്കിൽ അപ്പോളോൻ്റെ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചേക്കാനുണ്ട്. പ്ലഗ് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി പ്ലഗ് ഒന്നുമല്ല, ഒരു ഹെല്ല എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. വലിയ പഴക്കമില്ലാത്ത പ്ലഗാണ്. പക്ഷേ തൽക്കാലം തന്നെ കിടക്കട്ടെ, നമുക്ക് പരമാവധി ഇതിൽ കാശ് കൊടുത്ത് മേടിച്ചാണല്ലോ, മാക്സിമം ഉപയോഗിച്ചിട്ട് എടുത്ത് കളയാം. മാറ്റിയിടുന്ന ജെനുവിൻ പാർട്സുകൾ യൂസ് ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ആക്റ്റീവ മോഡൽ വണ്ടികൾക്ക് എല്ലാ വണ്ടികൾക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലഗാണ്. ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ, ഹോണ്ടയുടെ ഡിയോ, ആക്റ്റീവ 125, അതേപോലെ തന്നെ യൂണിക്കോൺ തുടങ്ങിയ എല്ലാ വണ്ടികൾക്കും സെപ്പറേറ്റ് പ്ലഗുകൾ വരാം. അപ്പോൾ അതാത് വണ്ടികളുടെ പ്ലഗ് തന്നെയാണ് നമുക്ക് മാക്സിമം യൂസ് ചെയ്യേണ്ടത്. കാരണം അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ, എഞ്ചിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇഗ്നീഷൻ്റെ പ്രത്യേകതയാണ്. ഫയറിങ് നടക്കാനായിട്ട് സഹായിക്കുന്ന ഇഗ്നീഷൻ ഓരോ പ്ലഗിനും വ്യത്യാസമുണ്ട്. കോമൺ ആയിട്ട് നോക്കുമ്പോൾ എല്ലാം സെയിം ആയിട്ട് തോന്നുമെങ്കിലും ഓരോന്നിനും പ്രത്യേക പാർട്ട് നമ്പറിൽ പ്രത്യേക പ്ലഗുകളാണ് വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മേടിച്ചിട്ടേക്കാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ തൽക്കാലം ആ പ്ലഗ് തന്നെ കിടക്കട്ടെ. നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം സർവീസിന് കയറ്റുന്ന സമയത്ത് എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റിക്കളഞ്ഞാൽ. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിലും കൂടി നമ്മൾ കൂട്ടത്തികൾ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ നമുക്ക് ആ പെട്രോൾ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. റണ്ണിങ്ങിലല്ല, വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഐഡിലിങ്കിൽ തന്നെ നിൽക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്ന കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതും പ്രകാരം നമ്മൾ കാർബറേറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ചു ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെയാണ്. അപ്പോൾ നിലവിൽ അത്യാവശ്യം കാർബൺ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം കാർബൺ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സ്ലോജറ്റ് നല്ല രീതിയിൽ ബ്ലോക്കാണ്. കാരണം ഇത് നോക്കുമ്പോൾ ചെറിയൊരു ഹോളാണ്, നമ്മുടെ ഒരു കറക്റ്റ് മുടിനാരിൻ്റെ ഗ്യാപ്പുള്ളൂ ഹോള്. അത് അടഞ്ഞു പോയി കഴിഞ്ഞാലും ഐഡിലിങ്ങിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോൾ മെയിനായിട്ട് ഐഡിലിങ്, അതായത് വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കുന്ന സമയത്ത് ഈ ജെറ്റി കൂടിയാണ് മെയിനായിട്ട് പെട്രോൾ എഞ്ചിനിലേക്ക് സെക്ക് ചെയ്തെടുക്കുക. ഇത് ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി ഓഫായി പോകും, അതിൻ്റേതായിട്ടുള്ള മിസ്സിങ്ങും പ്രോബ്ലംസ് കാണിക്കും. പിന്നെ പെട്രോൾ ഓവർഫ്ലോൻ്റെ ഒരു സംശയം പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് കിട്ടിയൊന്നുമില്ല, എന്നാൽ പോലും നമ്മളതിൻ്റെ നീഡിൽ ചെക്ക് ചെയ്യുമ്പോൾ നീഡിലിൻ്റെ ഭാഗത്ത് ഈ സൈഡൊക്കെ ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ പിടിച്ചേണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് സ്ലോജറ്റും ഓവർഫ്ലോ നീഡിലും മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. അതാണ് നമുക്കതുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കേട്ടോ. അത്രയും കേസൊന്ന് ചെയ്തു നോക്കാം. പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഓടിച്ചുകൊണ്ട് നിർത്തുമ്പോഴൊന്നും നമുക്ക് ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് കിട്ടില്ല. പക്ഷേ ഓൾറെഡി അഴിച്ച് അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പരിഹരിച്ചു വിടാം കേട്ടോ. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽസുകൾ. ജനറൽ സർവീസിന് പുറമെ നമുക്ക് വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിളും കാർബറേറ്റർ ക്ലീനിങ്ങുമാണ്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി, ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ എത്രയാവും എന്നൊരു ധാരണ വേണമല്ലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ എമൗണ്ട് ഒന്ന് കൂട്ടി നോക്കിയിട്ട് എത്ര ചിലവ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തോ. വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതേപോലെ തന്നെ ടയറിൻ്റെ കേസൊന്നും അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ പഞ്ചർ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാവുന്ന കാര്യം അതിനകത്ത് പരിഗണിക്കാം. ഇനി ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കേണ്ടി നമ്മൾ വെറുതെ പഞ്ചർ ഒട്ടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ടയറിൻ്റെ റേറ്റ് കൂടി അതിനകത്ത് ആഡ് ചെയ്ത് പറയാം. വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.